നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറെന്ന് രാഹുൽ 10ാം ദിവസവും ഒളിവിൽ തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുക. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗം ഇന്ന്. ദേശീയപാത അതോറിറ്റി അധികൃതർ യോഗത്തിൽ പങ്കെടുക്കും. സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. എന്യൂമറേഷൻ ഫോം 18 വരെ സ്വീകരിക്കും. കരട് പട്ടിക 23-ന് പുറത്തിറക്കും. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പൂർത്തിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര. അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജം. ഫിഫ സമാധാന പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയാണ് പുരസ്കാരം സമ്മാനിച്ചത്. അംഗീകാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നെന്ന് ട്രംപ്. ഇതാദ്യമായാണ് ഫിഫ സമാധാന പുരസ്കാരം നൽകുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം ഏകദിനം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്ത്. ഇരു ടീമുകൾക്കും നിർണായകം. ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമമായി ഗ്രൂപ്പ് ജെയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നീ ടീമുകളാണ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ. നിലവിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലാണ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന് ഹർജിയിൽ പറയുന്നു. ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ 10ാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ഡാനി പോൾ, ഡാൻ കുര്യൻ എന്നിവർ ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് അവസാന കച്ചിത്തുരുമ്പെന്നൊക്കെ പറയാവുന്നത് പോലെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തൊക്കെയാണ് ഹർജിയിൽ പറയുന്നത്? വിശദാംശം. ശ്രുതി, ഗുഡ് മോർണിംഗ്. ഇന്ന് സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ്, ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. 32ാമത്തെ ഐറ്റമായിട്ടാണ് ഇന്ന് ഈ കേസ് വരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയ ശേഷം വളരെ പെട്ടെന്നുള്ള നീക്കം തന്നെയാണ്. എല്ലാവരും തന്നെ അത് പ്രതീക്ഷിച്ചതുമാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ എത്തുമെന്ന് തന്നെയായിരുന്നു. ആദ്യം ഇതെവിടെയാണ് ഈ കേസ് ഫയൽ ചെയ്തതെന്ന് സംബന്ധിയായിരുന്നു. നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുമോ എന്നതായിരുന്നു ആദ്യം. എന്തായാലും കീഴ്ക്കോടതിയിലേക്ക് വന്നു. അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കേസ് എത്തിയിരിക്കുന്നു. ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 32ാമത്തെ ഐറ്റവുമായിട്ട് ഈ കേസ് വരുന്നു. ഏതായാലും ഇതിൽ പ്രധാനമായിട്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത്
അറസ്റ്റ് ഒഴിവാക്കണമെന്ന് തന്നെയാണ് കീഴ്ക്കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ കേസ് ഇതിൽ തന്നെ പരിഗണിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും തന്നെ ഉന്നയിക്കുന്നത്. തനിക്ക് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. അത് അറസ്റ്റ് ഒഴിവാക്കി തരികയാണെങ്കിൽ ഈ കേസിൽ സാവകാശം കിട്ടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കോടതി മുൻപാകെ എത്തിക്കാം. ഇതിൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണ്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ കേസ് തനിക്ക് തന്നെ ഇതിലേക്ക് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത് തനിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൽ തനിക്ക് നീതി ലഭിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ ഈ പെൺകുട്ടി വളരെ വൈകിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതിന് കൃത്യമായ വിശദീകരണം തനിക്ക് നൽകാൻ കഴിയും. അതിന് തനിക്ക് ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരാനായിട്ട് കഴിയും. ചിലരുടെ പ്രേരണയോടുകൂടിയാണ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദിക്കുന്നത്. അപ്പോൾ തനിക്ക് ഈ കേസിലൊരു ഇര എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാദമുഖമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. തൻ്റെ അറസ്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൽ തനിക്ക് വിശദീകരണം നൽകാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കോടതി മുൻപാകെ ഈ കേസ് പരിഗണനയിലേക്ക് വരികയാണ്. എന്താണ് കോടതി ഇതിൽ ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കുന്നതെന്നത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ ചെയ്യാം. ഏതായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തതയോടുകൂടി തന്നെയാണ് നേരത്തെ സെഷൻസ് കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതമായിട്ട് തന്നെ ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കുന്നു. അതിൽ കൃത്യമായൊരു ആസൂത്രണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തുവെന്നെല്ലാം കീഴ്ക്കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യ ഹർജി തള്ളുകയും ചെയ്തത്. ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. വളരെ നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് ഈ കേസ് കടന്നു പോകുന്നത്. അതാണ് ഡാനി, 10ാം ദിവസവും രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം കൂടിയുണ്ട് ഈ കേസിന്റെ ഭാഗമായി. പോലീസിന് ഇതുവരെയും അയാളെ കണ്ടെത്താനായില്ല. ഒരു MLA ആണ് എന്ന് ഓർക്കണം. ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായില്ല. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോടടക്കം ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസ് വളരെ നന്നായി തന്നെ ഈ കേസിൽ ഇടപെട്ടു, പക്ഷെ കണ്ടെത്താനായില്ല എന്നുള്ള മറുപടിയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ തന്നെയാണ് ആശുപത്രി. കാരണം മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുമ്പോൾ അന്വേഷിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം എത്തുന്നില്ലേ? കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു MLA ആണ്, യുവജന സംഘടനയുടെ അധ്യക്ഷനാണ്, ഇതെല്ലാമാണ് സുപരിചിതനായ ഒരു ആളാണ് കേരളത്തിലടക്കം. എന്നിട്ടും പോലീസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് എന്തുകൊണ്ട് പോലീസിൻ്റെ ഒരു നീക്കങ്ങളിലേക്ക് ഇയാളെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം തുടരുകയാണെന്നതെല്ലാം തന്നെ വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലില്ല, കേരളത്തിന് പുറത്തേക്ക് കടന്നു, കേരളത്തിൻ്റെ അതിർത്തി മേഖലകളിൽ ഒളിവിലാണ്, അതിർത്തി പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്നതെല്ലാം തന്നെ പറയുന്നു. ആ ഒളിവിൽ കഴിയുകയാണ് എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളെ ട്രാക്ക് ചെയ്യാൻ ഇത്ര കണ്ട ബുദ്ധിമുട്ടുണ്ടോ എന്നത് പോലീസിന് ഒരു സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന രാഷ്ട്രീയപരമായി പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമെല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കേസ് ഉയർന്നു വരുന്നതെന്ന് കോൺഗ്രസ് അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ചിലരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്നുണ്ട്. എങ്കിലും ഇയാൾ ഒരു കുറ്റവാളി തന്നെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇയാളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്, ആ രീതിയിലെങ്കിലും ട്രാക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതെല്ലാം പറയപ്പെടുമ്പോൾ എന്തുകൊണ്ട് പോലീസിനത് കഴിയുന്നില്ല എന്നതാണ് പൊതുവായിട്ട് ഉയരുന്നൊരു ചോദ്യം. ഹർജി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ കീഴ്ക്കോടതി കേസ് തള്ളുമ്പോൾ പോലും ജാമ്യം തള്ളുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യുന്നതിനൊരു തടസ്സമാകുന്നില്ല. ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോഴും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഓർക്കുക, കോടതി ഇപ്പോഴും അത് പരിഗണിച്ചിട്ടില്ല എന്നതാണ്. പോലീസിന് ഇടപെടാവുന്ന ഒരു സ്പേസ് വളരെ വിശാലമായിട്ട് തന്നെ കിടക്കുമ്പോഴും പോലീസ് അതിലേക്ക് വരുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യാൻ തിടുക്കം കാണിക്കുന്നില്ലേ എന്ന ഒരു പൊതുവായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഇതൊരു ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ പലരും ആക്ഷേപിക്കുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശബരിമല വിവാദം അടക്കമുള്ളൊരു വിഷയങ്ങൾ അത് കവറപ്പ് ചെയ്യുന്നതിന് ഈ വിഷയം കൊണ്ടുവരികയാണ് എന്നതടക്കമുള്ളൊരു ആരോപണങ്ങൾ പൊതുവിൽ ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് കേസ് നീണ്ടുപോകുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെയായിരിക്കുമോ അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജാമ്യം പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ
കോടതി ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടൽ നടത്തുമോ എന്നത്, കോടതി ഏതെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് അടക്കം വീണ്ടും ദുർബലമാക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കങ്ങളെ ദുർബലമാക്കുക എന്നതടക്കം അപ്പോൾ കോൺഗ്രസിനെ അടക്കം അത് പ്രതികൂലമായി ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടെ പരാമർശങ്ങൾ എന്തായാലും കോടതി എന്ത് പറയുന്നു എന്നത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. അതാണ് ഡാനി, ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം ഹൈക്കോടതി ജാമ്യഹർജി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, അറസ്റ്റ് തടഞ്ഞാൽ, അറസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് എത്രത്തോളം കോടതി അതിനെ കേൾക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കാണേണ്ടതുണ്ട്. എങ്കിലും ഈ രാഷ്ട്രീയമായി ഇതിനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഇത്രയും ദിവസം മാത്രമേ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ, ഇത് ആർക്കാണ് നന്നായി ഭവിക്കുക, അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊള്ളുക? തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം ഏറെക്കുറെ പൂർണ്ണമായി വ്യക്തമായിരിക്കാൻ അടുത്ത ദിവസം പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിൽ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 9-ാം തീയതി വിധി എഴുതാൻ പോവുകയാണ്. അവിടെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കോൺഗ്രസ് കരുതിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. വലിയ തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാകുന്നു. പത്മകുമാർ വീണ്ടും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പത്മകുമാറിനെ പ്രതി ചേർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെയും മറ്റ് കക്ഷികളെയൊക്കെ ഒരുപോലെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരം പറയേണ്ടി വരുന്നു. രാഹുലിന് കോൺഗ്രസിൽ നിന്ന് സഹായം നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരുന്നു. അതായത് ഒരേ സമയം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ചില രാഷ്ട്രീയ താൽപര്യങ്ങൾ കൊണ്ടാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തോടടുത്ത് രാഹുലിനെ പിടികൂടിയാൽ മറ്റ് വിഷയങ്ങളൊന്നും അപ്പോൾ ചർച്ചയിൽ വരില്ല. ഈ ഒരൊറ്റ വിഷയത്തിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെടും. അതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ അവിടെ നിന്നും ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ അധിക നാളിങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയുക എന്നത് സാധ്യമായ ഒരു കാര്യമാകില്ല. ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുക, അതായത് ഏത് വിധേനയും പോലീസ് പിടികൂടുന്ന സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഏത് തരത്തിലായിരുന്നോ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയത് സമാനമായ തരത്തിലാണ്, അതിവേഗത്തിലാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് തന്നെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് സ്ത്രീ വോട്ടർമാർ അതിൽ എത്ര കണ്ട്, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലുമുണ്ട്. അവർ സൈബർ ഇടങ്ങളിലടക്കം അത്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി രാഹുലിനെതിരെ ഉയർന്നു വരുന്നത്. അതോടെ അവർ നിയമപരമായി മുമ്പോട്ട് പോകാൻ ആ യുവതി തയ്യാറാകുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് മറ്റൊരു കുരുക്കായി മാറും രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ചകളിൽ നിറയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിനിടയിൽ രാഹുലിനെ എങ്ങാനും പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പിന്നീട് മറ്റൊരു തരത്തിലേക്ക് ഈ വിവാദങ്ങൾ നീങ്ങും. അതായത് രാഹുലിനെ അന്വേഷണ സംഘം തലസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള നടപടികൾ അത് വലിയ തരത്തിൽ തെരുവുകളിൽ പ്രതിഷേധമുയരാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മളിപ്പോ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ഈ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുക, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർത്തി. ഞങ്ങൾ കൈയൊഴിഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല, അത്രയും മോശപ്പെട്ട ഒരാളാണ്, ഉടനെ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു, അത്രയും ഗംഭീരമായൊരു പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി പറയുന്നു പോലീസ് വളരെ നല്ല രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്ന രീതിയിൽ. ഈ രണ്ട് പ്രതികരണങ്ങൾ കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതില്ലേ?
തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് കേവലം ഒരു വ്യക്തി അയാളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ഒരു ചില പിഴവുകൾ, വീഴ്ചകൾ, അത് ഏത് തരത്തിലൊക്കെയാണ് ഒരു മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ. മാത്രമല്ല അവിടെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. അതാണ് വസ്തുത. അതായത് ഇങ്ങനെ ഒരു നടപടി എടുക്കുകയല്ലാതെ വരട്ടെ, പരിശോധിക്കട്ടെ, പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തട്ടെ എന്നൊന്നും പറഞ്ഞ് അതിനെ ഒരു തരത്തിലും ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പരാതി അല്ല ഉയർന്നു വന്നത്. കാരണം അതിനൊരു ഗൌരവ സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ നേതൃനിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുകയും ഈ നടപടി വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ നടപടി പ്രഖ്യാപിക്കുക എന്നതൊരു അനിവാര്യതയായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഔദ്യോഗികമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി കോൺഗ്രസിലെ നേതാക്കളുമായി ചിലരുമായി എങ്കിലുമുള്ള വളരെ അടുത്ത ആത്മബന്ധം, ആ ആത്മബന്ധം ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്നതിനടക്കം രാഹുൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കർണാടകത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാനുള്ള ബോധപൂർവമായ സഹായം ചെയ്ത് നൽകുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഇടതുമുന്നണി മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും ഈ വിവാദത്തിൽ കത്തിക്കയറുകയാണ്. അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ചിലർ. കാരണം കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ഒരു തീരുമാനം, കർശന ഉപാധികളോടെയെങ്കിലും ജാമ്യം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട് എങ്ങാനും ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവിടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ടാകുമോ, അതോ അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും കോടതിയിലേക്ക് രാഹുൽ എത്തുമോ, അതോ അതിനു മുമ്പ് അന്വേഷണത്തിൽ രാഹുലിനെ വലയിലാക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചകളിൽ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വരെ ഈ വിവാദം ഇങ്ങനെ കത്തി തന്നെ നിൽക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതാണ് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ, ഡാനി, അത്തരത്തിൽ ഡാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാട്ടം നടത്തുന്നത്. കാരണം മുന്നണി പാർട്ടി കൈയൊഴിഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഒരു വെറുക്കപ്പെട്ടവനായി മാറി, ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ലാത്തവനായി മാറി. നേരത്തെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്ന കൈകളെല്ലാം ലൂസായി. പ്രത്യക്ഷമായി ഇയാൾക്ക് വേണ്ടി സംസാരിച്ചയാൾ ഇപ്പോൾ ഉള്ളിലാണ്. ആരും ഇപ്പോൾ മുഖമില്ലാത്ത ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന സപ്പോർട്ടുകൾ ഒഴിച്ചാൽ ഇപ്പോൾ അങ്ങനെ ആരും അധികമായി രാഹുലിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കാണുന്നുമില്ല. അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ ഇതുവരെ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത എന്ത് തെളിവാണ് രാഹുലിന്റെ പക്കൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയല്ലേ? അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ഈ ജാമ്യ ഹർജിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവർ വിവാഹിതയായിരുന്നത് കൊണ്ട് താൻ ചില കാര്യങ്ങൾ അങ്ങനെ ഇതിൽ പുറത്ത് പറയാതിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഒരു വരി പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കോടതിയിലേക്ക് പക്ഷേ ഇത് നിലനിൽപ്പിനായി അല്ലെങ്കിൽ തൻ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും താൻ സമർപ്പിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ചെയ്യുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതിനും ആ ചെയ്തതിൽ ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അത് പൊതുജനമധ്യത്തിൽ ഷെയർ ചെയ്യാത്ത, ഈ സമൂഹ മാധ്യമങ്ങളിൽ പിടികൊടുക്കാത്ത, അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കാത്ത മറ്റെന്ത് തെളിവാണ് സമർപ്പിക്കുക എന്നതാണ്. ആ ഒരു വരിയിലാണ് സഹൂദം നമ്മൾ നോക്കുന്നത്. ഇതിൽ എന്താണ് അതിനപ്പുറത്തേക്കുള്ള ഒരു തെളിവ് ഇനിയിപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെടുക, അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ അത്തരം തെളിവുകൾ സമർപ്പിക്കാൻ താൻ തയ്യാറാണ്. നിരവധിയായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഇത്തരം കാര്യങ്ങളിലുണ്ട്. ചിലർ അവരെ പരാതി നൽകാൻ നിർബന്ധിച്ചു എന്നത് പറയുന്നതിന് അവർ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നതടക്കം അതിൽ സൂചനയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ആധികാരികമായി വസ്തുതാപരമായി എന്ത് തെളിവാണ് ഇത്തരമൊരു വാദത്തിന് നൽകാൻ കഴിയുക? കേവലം ഒരു വാദമുഖമായി അത് ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് സാധിക്കുകയില്ല. കോടതിക്ക് മുൻപിലാണ് പറയുന്നത്, ഹൈക്കോടതിക്ക് മുന്നിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വാദം വെറും വാദമായിട്ടല്ലാതെ ഇതിലെന്താണ് വസ്തുതയുള്ളത്, അതിൽ എന്ത് തെളിവ് നൽകാൻ കഴിയുന്നു? പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ
ഇതിൽ എന്ത് തെളിവാണ് ആ കാര്യങ്ങളിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. വെറുതെ ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല രാഹുലിന്. അങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ഒരു തെളിവുകളോടുകൂടി തന്നെ സമർപ്പിക്കേണ്ടി വരും. അതിൽ എന്താണ് ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് എന്നതാണ്. അതിൽ നേരത്തെ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സെഷൻസ് കോടതി തള്ളിയതാണോ അതല്ലാതെ പുതിയതായി മറ്റെന്തെങ്കിലും ആണോ എന്നതെല്ലാം തന്നെ ഇന്ന് ഈ വാദത്തിനിടയിൽ മാത്രമാണ് അറിയാൻ കഴിയുക. ഹൈക്കോടതി ഇന്ന് ഇവരുടെ വാദം കേൾക്കും. ഒരുപക്ഷെ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ അത്തരം കാര്യങ്ങൾ കോടതിയാണ് അത്തരം കാര്യങ്ങൾ പറയുക. ഇതിലൊരു വിധിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമാണ് പറയാനായിട്ട് സാധിക്കുക. ഏതായാലും വാദം വൈകാതെ തന്നെ കോടതിയിലേക്ക് 10 മണിയോടുകൂടി കോടതി ആരംഭിക്കുമ്പോൾ കേസ് 30ാമത്തെ ഒരു ഐറ്റമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അവൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണനയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ ഡിജിറ്റൽ തെളിവുകളടക്കം എന്ന് പറയുമ്പോൾ അതിലെന്ത് നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ ഈ കാര്യങ്ങളിൽ പുതിയതെന്ത് ഇനി ഇപ്പോൾ പറഞ്ഞതല്ലാതെ ഇനി പറയാനെന്ത്, ഇനി പുതിയ തെളിവ് സമർപ്പിക്കാൻ എന്ത് എന്നതെല്ലാം തന്നെ കോടതി പരിഗണിക്കപ്പെടുമ്പോൾ മാത്രം നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും അത്തരം തെളിവുകൾ ഉണ്ട് എന്നതാണ് രാഹുൽ നൽകുന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ നൽകുന്നത് അടക്കമുള്ള സൂചനകൾ. കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ അത്തരം ചില പരാമർശങ്ങളുണ്ട്. അതിലെന്ത് തെളിവ് എന്നത് നമുക്ക് കാത്തിരിക്കാം. ഡാനി പോളും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുക. FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്നതൊന്നും ഇതിൽ ഇല്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കുമെന്നാണ് അറിയുന്നത്. ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് അറിയിച്ചു. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഈ യാത്രക്കാരുടെ ഒരു പ്രതിസന്ധി തുടങ്ങിയിട്ട്, ഇൻഡിഗോയിലെ ജീവനക്കാരുടെ പ്രതിസന്ധി തുടങ്ങിയിട്ട് കുറേ നാളുകളായി, ഇപ്പോഴും അതിന് പരിഹാരമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയൊക്കെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെയൊക്കെ ഇടപെടൽ വന്നിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, നിലവിൽ നിരവധി ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ ഇൻഡിഗോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 3 സർവീസുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതിൽ ചെന്നൈയിലേക്കും അഹമ്മദാബാദിലേക്കും ഒക്കെ പോകുന്ന ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മുംബൈ വാരണാസി, കൊച്ചിയിൽ നിന്ന് മുംബൈ വാരണാസി പോകുന്ന വിമാനങ്ങൾ വൈകുന്നു. അഹമ്മദാബാദിൽ എത്തേണ്ടതും അവിടെ ഇറങ്ങേണ്ടതും അവിടുന്ന് തിരിക്കേണ്ടതുമായ 19 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. അത് ചെന്നൈയിൽ നിന്ന് 29 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ചെന്നൈ, അഹമ്മദാബാദ്, ഡൽഹി, മുംബൈ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലും ആളുകളുടെ നീണ്ട ക്യൂ ആണുള്ളത്. മാത്രമല്ല അവിടെ സ്വന്തം കല്യാണത്തിന് പോകാൻ പോലും എത്തിയ ആളുകൾക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലരുടെയും ലഗേജുകൾ കാണാതാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ രാവിലെ വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് വിമാനം ക്യാൻസലായ വിവരങ്ങൾ അറിയുന്നത്. അങ്ങനെ വലിയ രീതിയിൽ യാത്രികർ, ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന യാത്രികർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
എല്ലാ വിമാനത്താവളങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളിലും നീണ്ട ക്യൂ ആണ് ആളുകളുടെ എത്തുന്നത്. മാത്രമല്ല ഇവരെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ പെടാപ്പാടുപെടുന്ന ഒരു വിഷ്വൽസ് കൂടി നമുക്ക് രാവിലെ തൊട്ട് വരുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന ശൃംഖലയായിട്ടുള്ള ഇൻഡിഗോയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്നുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ വിമാനത്താവളങ്ങളിലും നീണ്ട ക്യൂ കാണുന്നു. അവിടെ ആളുകൾ വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആളുകൾ ലഗേജുകളെല്ലാം കൊണ്ട് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏവിയേഷൻ മന്ത്രാലയം അടക്കം ഇപ്പോൾ നോക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ FDL, അതായത് ഈ ആളുകളുടെ ക്രൂ ടൈം ചേഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ ആ ഒരു രീതിയെ മരവിപ്പിച്ചിരിക്കുന്നു. അതായത് 48 മണിക്കൂർ പൈലറ്റുകൾക്ക് അവർക്ക് വിശ്രമം വേണമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. കാരണം ആ ഒരു ഡ്യൂട്ടി ടൈം, പുതിയ ഡ്യൂട്ടി ടൈം കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇൻഡിഗോയ്ക്ക് ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണം. അവർക്ക് സർവീസ് നടത്താൻ ആവശ്യമായിട്ടുള്ള പൈലറ്റുമാരെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ പോലെ ഡ്യൂട്ടി ടൈം ക്രമീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അതിൽ പൈലറ്റുമാർക്ക് അവരുടെ സംഘടന പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് കൃത്യമായി ഒരാഴ്ചയിൽ 48 മണിക്കൂർ വിശ്രമം വേണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി സമയത്ത് അത് എടുത്തു കളഞ്ഞത് പ്രതിഷേധാർഹമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പൈലറ്റുമാർ പറയുന്നത്. എന്നാൽ ഡിസംബർ 13-നുള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പഴയതുപോലെ സർവീസുകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇൻഡിഗോ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 30 ദീർഘദൂര പ്രത്യേക സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല 36ഓളം ട്രെയിനിൽ 116 കോച്ചുകൾ, അഡീഷണൽ കോച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10,000-ഓളം യാത്രികർക്കെങ്കിലും വൈകിയെങ്കിലും സ്വന്തം വീടുകളിൽ എത്താനുള്ള ഒരു സാഹചര്യം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നു. പക്ഷേ എന്നാൽ മറ്റ് വിമാന കമ്പനികൾ, ഇൻഡിഗോ ഒഴികെയുള്ള മറ്റ് വിമാന കമ്പനികൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 3 ഇരട്ടി വരെ ടിക്കറ്റിൻ്റെ നിരക്ക് ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഡൽഹി ടു മുംബൈ എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് ടൈമിൽ പോലും 20,000 രൂപയൊക്കെയാണ് വില വരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 35,000 രൂപ, 40,000 വരെയൊക്കെ വിമാന കമ്പനികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് യാത്രക്കാരെ പിടിയുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ സ്വന്തം ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തങ്ങളുടെ എത്ര രൂപയും ചെലവഴിക്കാൻ തയ്യാറാണെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഡിസംബർ 13-നുള്ളിൽ തന്നെ ഇൻഡിഗോ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൂടുതൽ ആളുകളെ ജോലിക്കെടുത്ത് സർവീസുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ DGC അടക്കം ഏവിയേഷൻ മന്ത്രാലയം അടക്കം അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ ഇന്ന് ഇൻഡിഗോ അധികൃതരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. 4-അംഗ അന്വേഷണ സംഘമാണ് ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി. അതാണ് അഭിലാഷ, അതേസമയം ഈ ഒരു പ്രതിസന്ധി മുതലെടുക്കുന്നവരും മറുഭാഗത്തുണ്ട് അല്ലേ? തീർച്ചയായിട്ടും മറ്റെല്ലാ വിമാന കമ്പനികളും അവരുടെ ആഭ്യന്തര യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർത്തിയിരിക്കുന്നു. 3 ഇരട്ടി വരെ. ഇപ്പോൾ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏതാണ്ട് 70,000 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ ടിക്കറ്റിന് വില ഈടാക്കിയിരിക്കുന്നത്. അതായത് 7,000 രൂപ വരെയൊക്കെ കൊച്ചി ടു ഡൽഹി ഒരു 7,000 രൂപയൊക്കെയാണ് ഒരു സാധാരണ ഒരു നിരക്കെന്ന് പറയുന്നത്, ഒരു ശരാശരി നിരക്ക്. പക്ഷേ ഇപ്പോൾ 20,000, 25,000 രൂപ വരെയൊക്കെ മാറിയിരിക്കുന്നു. അതിൽ നിന്നും ഉയർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വിമാനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവീസാണ് ഇൻഡിഗോ. അവർ ഒരു ദിവസം 2,200 സർവീസുകൾ വരെ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ. അവരുടെ 1000-ഓളം വിമാനങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സർവീസുകളാണ് 3-4 ദിവസങ്ങളായി മരവിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സഞ്ചരിക്കേണ്ട ആയിരക്കണക്കിന് ആളുകൾ മറ്റ് വിമാന കമ്പനികളുടെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ബാക്കിയുള്ള സീറ്റുകളിൽ വലിയ രീതിയിലുള്ള നിരക്ക് അവർ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35,000 രൂപ വരെയൊക്കെ ഡൽഹി ടു മുംബൈ 35,000 രൂപ വരെ വിമാന ടിക്കറ്റ്. സാധാരണ എക്കോണമി ക്ലാസ്സാണ്, സാധാരണ ക്ലാസ്സാണ്, ബിസിനസ്സോ അങ്ങനത്തെ അത്രയും ഒന്നുമല്ല, എ ക്ലാസ് ഒന്നുമല്ല. അപ്പോൾ സാധാരണ ആൾക്കാർ പോലും സഞ്ചരിക്കുന്ന സീറ്റുകൾക്ക് വലിയ രീതിയിൽ 35,000, 40,000 രൂപ വരെ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പോലും ഇത്ര തുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇത് വലിയ ആശങ്ക പരത്തുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് സ്വന്തം വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ
ചെയ്യാൻ സമയത്ത് എത്താൻ കഴിയാത്ത അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതാണ് അഭിലാഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും വലിയൊരു വിഭാഗത്തെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. എന്യൂമറേഷൻ ഫോം 18 വരെ സ്വീകരിക്കും. കരട് പട്ടിക 23-ന് പുറത്തിറക്കും. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പൂർത്തിയാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ചേരും. രാവിലെ 11-ന് തിരുവനന്തപുരത്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി കണ്ടെത്തൽ. ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം. SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും എന്നുള്ളൊരു സന്ദേശമാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഫോൺ നമ്പർ ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ഈ ഫോമിൽ സബ്മിഷൻ ചെയ്യാനുള്ള ഫോമുകളിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ആധാർ കാർഡ് നമ്പർ ഇല്ലെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ പേര് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് BLOമാരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം ഇന്നാണ്. ദേശീയപാത അതോറിറ്റി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടും. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, വലിയൊരു അപകടമാണ് ഇന്നലെ ഒഴിവായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ സ്കൂൾ ബസ് അടക്കം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ കളക്ടർ യോഗം വിളിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ മുന്നോട്ടുള്ള നടപടിക്രമം? അശ്വതി, ഇന്ന് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. ഇന്നത്തെ യോഗത്തിൽ ഈ തകർന്ന അപ്രോച്ച് റോഡിന് പകരം തൂണുകൾ സ്ഥാപിച്ച് പാലം നീട്ടണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരും. അതുപോലെ തന്നെ 100 മീറ്ററോളം നീളത്തിലാണ് പാലം നിർമ്മിക്കേണ്ടത് എന്നൊരു ആവശ്യകതയും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഈ വയലുകൾ വഴി പോകുന്ന പാതകളുടെ നിർമ്മാണം ശാസ്ത്രീയമാണോ എന്ന് വിലയിരുത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കണം എന്നൊക്കെ വലിയൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയർമാരും എല്ലാം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്തെത്തി അപകട കാരണം പരിശോധിച്ചിരുന്നു. തകർന്ന ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അവർ പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ കരാർ കമ്പനിയോട് ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ 4 മണിക്ക് ശേഷമായിരുന്നു അശ്വതി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. വലിയൊരു അപകടമായിരുന്നു. 4 വാഹനങ്ങൾ അപകടത്തിൽ കുടുങ്ങി. പക്ഷേ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് യാതൊരു പരിക്കുമില്ലാതെ അത്ഭുതകരമായി അവർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി അടക്കം, അതായത് ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം ഈ സംഭവ സ്ഥലത്തെത്തി ഇതിന്റെ അപകട കാരണങ്ങൾ മനസ്സിലാക്കും എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെന്നതിന്റെ ആവശ്യമുണ്ട്. റിപ്പോർട്ടുകൾ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, അതാണ് വിനീഷ്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവൃത്തികൾ ഏത് രീതിയിലാണ്? കാരണം വിനീഷ് പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഗതാഗതം സ്തംഭിച്ച ഒരു അവസ്ഥയുണ്ട്. മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്ന അവസ്ഥയുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രതിഷേധങ്ങൾ വരാനുള്ള സാധ്യത അടക്കമുണ്ട്. ഇത് എപ്പോഴത്തേക്ക് നേരെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ പണികൾ അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അശ്വതി, നിലവില് നിർമ്മാണം നടന്ന ഭാഗത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നു. ഈ ഗർത്തത്തിൽ നിന്നും മണ്ണ് താഴേക്ക് ഇടിഞ്ഞാണ് താഴൂടെ കടന്നുപോയ ഒരു സർവീസ് റോഡിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയത്. ഇങ്ങനെയാണ് അവിടെ ഒരു വിള്ളലുകൾ ഉണ്ടായതും കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇത് ശാസ്ത്രീയമായി നിർമ്മിക്കുന്ന തരത്തിൽ ഉള്ള ഒരു രൂപരേഖ തയ്യാറാക്കണം. ഇന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്ടർ ആയി കൂടുന്ന യോഗത്തിലാവും എങ്ങനെയാണ് ഇതിന്റെ അടുത്ത നിർമ്മാണ പദ്ധതികളെ കുറിച്ച് വിലയിരുത്തുക. അത്തരത്തിലുള്ളൊരു
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അശ്വതി, എന്തായാലും അടിയന്തരമായിട്ട് തന്നെ ഇതിന്റെ ഈ ഒരു പരിഹാരം കാണണം. അതായത് ഈ വാഹനം സുഗമമായിട്ട് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ മറ്റു റോഡുകളിലൂടെ ഇടറോഡുകളിലൂടെ കൊട്ടാരക്കര ഭാഗത്തേക്ക് എത്തുകയും അങ്ങനെ കൊല്ലം KMML ഫാക്ടറി അടുത്തെത്തക്ക രീതിയിലാണ് വലിയ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നത്. പക്ഷേ ഇതെല്ലാം വീണ്ടും ഗതാഗത കുരുക്കിന് കാരണമാകും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന്റെ ഈ ഒരു നിർമ്മാണം പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. അശ്വതി, ശരി. എസ് വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇടവേള. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ട്രിപ്പിലത്തെ 2ാം ദിവസത്തിലാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നലെ വൈകിട്ട് ഗ്വാളിയർ എത്തിയായിരുന്നു, റെസ്റ്റ് എടുത്തു, നല്ല ഉറക്കം ഉറങ്ങി. രാവിലെ എണീറ്റിട്ട് ഗ്വാളിയറിൽ എന്തുവാ കാണാനുള്ളത് നോക്കിയപ്പോൾ ഫേമസ് ആയിട്ട് ഗ്വാളിയർ ഫോർട്ടിൻ്റെ പേരാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്റ്റായിട്ട് കളർ കോമ്പിനേഷനായിട്ട് ഇതുവരെ ഒരു കഷ്ണം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല ഫ്രണ്ട്സ്. സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ലെതർസ് ഇത്രയും നേരം ഞാൻ ലോങ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞിട്ടും സീറ്റിങ്ങിൽ സ്വെറ്റിംഗ് എന്ന സാധനം വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ച് ഭോപ്പാൽ എത്താറായി. ഇനി ഒരു 10 കിലോമീറ്റർ ആയാൽ നമ്മൾ ഭോപ്പാൽ എത്തും. അപ്പോൾ അതിന് നമ്മുടെ ഹോട്ടലിൽ ഇനി 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഡിന്നറൊക്കെ ചെയ്ത് ഇത്രയും റിലാക്സ് ആയിട്ട് നമുക്കൊരു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത്? വ്ളാഡിമിർ പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുറന്നടിച്ചു. അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല. There's no invite to both the LOPs, Mr. Kharge and Mr. Gandhi. This comes as a surprise, but I don't think we should be surprised anymore. This government is known to be breaching all protocols. What else to say? Ask the government. So Mr. Shashi has just ask Mr. Tharoor. Commented that he's going for it. Ask Mr. Tharoor that if I think all of us who are in the party, if our leaders don't get invited and we get invited, need to question our own conscience and listen to the conscience. The way these invites, politics has been played during inviting or not inviting people, in itself is questionable, and those who accept such an invite is also questionable. രാകേഷാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള അകലം കൂടുകയാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും. പക്ഷേ അതിനൊക്കെ വിശദീകരണം ശശി തരൂർ നൽകുന്നുമുണ്ട്. അതെ ശ്രുതി, പാർട്ടിയും തരൂരും 2 ട്രാക്കിലാകാൻ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിലേക്ക് ഇന്ധനം പകർന്നുകൊണ്ട് പലപ്പോഴും പല വിഷയങ്ങൾ കടന്നു വന്നു. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അത്താഴ വിരുന്ന് നൽകിയതും അതിലേക്ക് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിക്കാതിരുന്നതും ശശി തരൂരിനെ ക്ഷണിച്ചതും അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തത്. കാരണം ഇന്നലെയാണ് പുടിന് അത്താഴ വിരുന്ന് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയത്. ഇതിലേക്ക് പാർട്ടിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ, അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിനും ക്ഷണമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ശശി തരൂരിനെ ക്ഷണിക്കുന്നത്. തരൂർ ഈ ക്ഷണം ലഭിച്ചതിന് പിന്നാലെ താൻ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും പിന്നീട് അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നതും നേതാക്കളുടെ അതൃപ്തിക്ക് ഇടയാക്കുന്നതും. കാരണം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിൽ നിന്ന് അവഗണിക്കുകയും തരൂരിനെ മാത്രം ക്ഷണിക്കുകയും ചെയ്യുന്നതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് അത്തരം നീക്കങ്ങൾ തിരിച്ചറിയണം, അത് തരൂരും തിരിച്ചറിയണം എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാവായ പവൻ ഖേരയുടെ ഭാഗത്ത് നടക്കം പ്രതികരണം വന്നിട്ടുള്ളത്. സൽമാൻ ഖുർഷിദ് മുൻ വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹവും സമാനമായ വിഷയത്തിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിനോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് പ്രതിപക്ഷവുമായി
വിദേശത്തു നിന്നുള്ള പ്രതിനിധി സംഘത്തെ കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്രം അനുമതി നൽകാത്തതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു. അത് മുൻകാലങ്ങളിലുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം വാജ്പേയിയുടെ കാലത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായി ഇത്തരത്തിൽ വിദേശ സംഘങ്ങൾ കൂടിക്കാഴ്ച നടത്താറുണ്ട്. മൻമോഹൻ സിംഗിന്റെ കാലത്തും അതെല്ലാം തുടർന്നു പോകുന്നതാണ്. അതിനെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ മോദിയുടെ കാലത്ത് നടക്കുന്നെന്ന് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തരൂർ ഇതിലേക്ക് പങ്കെടുക്കുന്നത്. ഏതായാലും സമീപകാലത്ത് നമുക്കറിയാം പല വിഷയങ്ങളും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏപ്രിൽ 22-നുണ്ടായ ഭീകരാക്രമണം, അതിൽ നരേന്ദ്രമോദി അതിനെതിരെ സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം അടുത്തിടെയാണ് കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ലേഖനം ശശി തരൂർ എഴുതിയത്. അത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് തരൂർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഇപ്പോഴത്തെ വിവാദം. സ്വാഭാവികമായും മറ്റെല്ലാ വിഷയങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് നിൽക്കാറില്ല. അവഗണിച്ചു പോരുന്ന സമീപനമാണ് സമീപകാലത്തൊക്കെ തന്നെ തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലും എന്ത് നിലപാടാണ് കോൺഗ്രസ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് നിർണായകമാണ്. ഏതായാലും ചില നേതാക്കളെങ്കിലും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നു. അതാണ് അതിലൊരു കാര്യം കൂടി ഉള്ളത്. കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനോട് നമ്മുടെ കേരളത്തിൽ മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസിനകത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം തരൂർ മുതലെടുക്കുകയാണോ, അല്ലെങ്കിൽ കേരള നേതാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ, നേരത്തെ രാകേഷ് പറഞ്ഞല്ലോ, പരസ്യമായ പ്രതികരണത്തിലേക്കൊക്കെ എതിർത്ത് സംസാരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രത്തോളമാണ്? കേരള നേതാക്കൾ പലപ്പോഴും തരൂർ വിഷയത്തിൽ നിലപാട് പരസ്യമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എം ഹസൻ അടുത്തിടെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പോലും ഇത്തരത്തിൽ തരൂരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ തരൂർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞ നേതാവാണ്. അത്തരത്തിൽ നേതാക്കളൊക്കെ തന്നെ, കേരളത്തിലുള്ള നേതാക്കൾ തന്നെ ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് രണ്ടാം നിര നേതാക്കളാണ് ഇത്തരത്തിൽ തരൂരിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ മുതിർന്ന നേതാക്കളൊന്നും തന്നെ അത്തരമൊരു പരസ്യമായ പ്രതികരണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിലും അത്തരമൊരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിക്കൊണ്ട് സ്ഥിതി വഷളാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെ അത്തരത്തിൽ ഗൗരവത്തിൽ കണ്ടാൽ മതി എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ട്. അതാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നത്. അതേ നിലപാട് തന്നെയായിരിക്കും ഈ വിഷയത്തിലും ഉണ്ടാകാൻ സാധ്യത. അത്തരത്തിലൊരു പരസ്യ പ്രതികരണം സ്വാഭാവികമായും മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവർ അത്തരമൊരു പ്രതികരണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം അത് വീണ്ടും വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരിക്കുകയാണ്. തീർച്ചയായും പവൻ ഖേര അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ഇത്തരത്തിൽ തരൂർ നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അത് ഞെട്ടിക്കുന്നതാണ്, അത്ഭുതകരമായി തോന്നി എന്ന പ്രതികരണം അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ട്. സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ശബരിമലയിലെ സ്പോൺസർഷിപ്പിൽ വൻ ഇടിവ്. ഓരോ സീസണിലും വിവിധ ഇനങ്ങളിലായി ലഭിച്ചിരുന്ന വരുമാനമാണ് പെട്ടെന്ന് നിലച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളക്കേസിന്റെ തുടക്കം. ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം നൽകിയത് ബല്ലാരി റൊഡാം ജുവൽസ് ഉടമ ഗോവർദ്ധനാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പോൺസർഷിപ്പുകൾ പലവിധ തട്ടിപ്പുകളിലേക്ക് നയിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണം സ്പോൺസർമാരിലേക്ക് നീണ്ട സാഹചര്യത്തിലാണ് മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത്. പണം ചെലവഴിക്കുന്ന സ്പോൺസർമാർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പണം ചെലവാക്കാൻ മുന്നോട്ട് വരുന്നതിൽ നിന്ന് പുതിയ സ്പോൺസർമാരെ തടഞ്ഞു. അതാണ് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിൽ ആക്കിയത്. ഓരോ വർഷവും അന്നദാനത്തിനും തീർത്ഥാടകർക്ക് ശരണവഴികളിൽ ലഘുഭക്ഷണം നൽകുന്നതിനും ശ്രീകോവിലിലെയും തിടപ്പള്ളിയിലെയും ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ വാങ്ങുന്നതിനും ബെഡ്ഷീറ്റുകളും തലയിണ കവറുകളും വാങ്ങുന്നതിനും എല്ലാം സ്പോൺസർഷിപ്പിനെയാണ് ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പാണ് വർഷം തോറും ലഭിച്ചിരുന്നത്. ലഘുഭക്ഷണം നൽകുന്നതിനു വേണ്ടി മാത്രം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചത് 1,80,00,000 രൂപയാണ്. ഒരു സീസണിൽ 4 കോടി രൂപ
ബിസ്ക്കറ്റ് വിതരണം ചെയ്യാൻ മാത്രം ചെലവാകും. സീസണിൽ 70 ദിവസം തുടർച്ചയായി ഉപയോഗിക്കുകയും പിന്നീട് ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ മിക്കതും അടുത്ത സീസണിലേക്ക് ഉപയോഗയോഗ്യമല്ലാതാകും. ഓരോ സീസണിലും അതിനാൽ പുതിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. 3 നേരം അന്നദാനം നൽകുന്നതിനും കോടികളുടെ ചെലവുണ്ട്. ഇതിനെല്ലാം സ്വന്തം നിലയിൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. കാണിക്കയിലും അരവണ വിതരണത്തിനുമെല്ലാമുള്ള വരുമാനം ഇക്കുറി കൂടി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. 34% വർധനവാണ് വിവിധ ഇനങ്ങളിലുള്ള വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇതൊക്കെയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നഷ്ടം വരുന്നു എന്നാണ് കണക്കുകൾ ഇപ്പോൾ രേഖപ്പെടുന്നത്. കാരണം വിവിധ ഇനങ്ങളിലുള്ള സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിന് ഇതിനിടെ നഷ്ടമായി കഴിഞ്ഞു. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18. തീർത്ഥാടക സൗഹൃദ മേഖലയായി ശബരിമലയെ മാറ്റാൻ ദേവസ്വം ബോർഡ്. ശബരിമല മാസ്റ്റർ പ്ലാൻ വിപുലമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ആലോചനകളിലാണ് അധികൃതർ. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും എന്ന വാഗ്ദാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വിവിധ സർക്കാരുകൾ ഇക്കാര്യം പ്രഖ്യാപിച്ചതുമാണ്. എന്നാൽ ഇത്തവണ വ്യക്തമായ പദ്ധതി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പ്രവർത്തനം. ഈ വരുന്ന 18-ന് മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരും. 29-ന് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയും ചേരും. അപ്പോൾ നമുക്ക് അടുത്ത സീസണിൽ മാസ്റ്റർ പ്ലാനിന് ഉള്ളിൽ നിർത്തി നമുക്കിവിടെ തീർത്ഥാടനം നന്നാക്കാൻ എന്തൊക്കെ ചെയ്യാം, ഈ പിൽഗ്രിം മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാം, മാസ്റ്റർ പ്ലാനിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാസ്റ്റർ പ്ലാനിന് അപ്പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പണം സംഘടിപ്പിക്കണം. അതിനൊക്കെയുള്ള ഒരുക്കങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മളിലേക്ക്. ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വാക്ക് തന്നെ തെറ്റാണെന്ന് ഞാൻ എപ്പോഴും പറയും. പിൽഗ്രിം മാനേജ്മെൻറ്റാണ് അത്. നമുക്കത് നിയന്ത്രിക്കാൻ ഒരു വിഷമമില്ല. ഇപ്പോൾ തന്നെ ആരോ എന്നോട് പറഞ്ഞത്, ഈ KSRTC ബസ്സിൽ പമ്പ വരെ ടിക്കറ്റ് എടുത്ത് ആർക്കും വരാം. അവർക്കിവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഇല്ലെന്നും KSRTC അറിയേണ്ട കാര്യമില്ല. ഇതൊരു ലാക്യൂണയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റിൽ. നിലയ്ക്കലിനപ്പുറത്തേക്ക് ആളുകൾ വരുന്നത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ, മറ്റേ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കിപ്പോൾ സംവിധാനം. KSRTC ആളെ കൊണ്ടുവരും. KSRTCയുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് പഴുതുകളുണ്ട്. തിരക്ക് നിയന്ത്രണമല്ല ശബരിമലയിൽ വേണ്ടതെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാട്. പിൽഗ്രിം ടൂറിസമായി കണക്കാക്കണമെന്ന K. ജയകുമാറിന്റെ നിർദ്ദേശം ദേവസ്വം മന്ത്രി നേരത്തെ അംഗീകരിച്ചിരുന്നു. ഇതുപ്രകാരം തീർത്ഥാടകരെ ഓരോ മണിക്കൂറിലും സന്നിധാനം വരെയുള്ള ക്യൂവും മറ്റു വിവരങ്ങളും അറിയിച്ചുകൊണ്ടേയിരിക്കും. കാത്തിരിപ്പ് അസഹ്യമാകാതെ സൂക്ഷിക്കാനും ജാഗ്രതയുണ്ടാകും. നിലയ്ക്കൽ മുതൽ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തും. KSRTCയിൽ യാത്ര ചെയ്യുന്നവർക്കും പമ്പയിലേക്ക് എത്തണമെങ്കിൽ ബുക്കിംഗ് നമ്പർ നൽകേണ്ടി വരും. ഈ KSRTC ബസ്സിൽ പമ്പ വരെ ടിക്കറ്റ് എടുത്ത് ആർക്കും വരാം. അവർക്കിവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഇല്ലെന്നും KSRTC അറിയേണ്ട കാര്യമില്ല. ഇതൊരു ലാക്യൂണയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റിൽ. നിലയ്ക്കലിനപ്പുറത്തേക്ക് ആളുകൾ വരുന്നത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ, മറ്റേ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കിപ്പോൾ സംവിധാനം. KSRTC ആളെ കൊണ്ടുവരും. KSRTCയുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് പഴുതുകളുണ്ട്. നമുക്ക് നിലയ്ക്കലും പമ്പയും കൃത്യമായി മോണിറ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിലയ്ക്കൽ ഒരുപാട് സൗകര്യങ്ങളും കൂടെ, നിലയ്ക്കലിപ്പോൾ 5-6 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിന് ആൾക്ക് ബുദ്ധിമുട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് ഇടിയിൽ തിരക്കുമില്ലാതെ നല്ല ഭക്ഷണവും കഴിച്ചിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും. കൃത്യമായിട്ട് അനൗൺസ് ചെയ്യണം, ഇത്ര മണിക്ക് അടുത്ത് നമ്മൾ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ നന്നാക്കണം. ശബരിമല തീർത്ഥാടനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പന്മാർക്ക് വ്യത്യസ്തമായ അനുഭവമാക്കി മാറ്റുക എന്നതാണ് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഫിഫ സമാധാന പുരസ്കാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സ്വർണ്ണക്കപ്പും മെഡലും സർട്ടിഫിക്കറ്റും അടക്കം ഫിഫ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചു. ലഭിച്ച അംഗീകാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് എന്ന് ട്രംപ് പ്രതികരിച്ചു. ദശലക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കാനായ പ്രവർത്തനത്തിനാണ് അംഗീകാരം നൽകിയതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതാദ്യമായാണ് ഫിഫ സമാധാന പുരസ്കാരം നൽകുന്നത്. വാഷിംഗ്ടണിൽ നടന്ന ഫിഫ ലോകകപ്പ് 2026-ന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വേദിയിലായിരുന്നു ട്രംപിന് പുരസ്കാരം everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. This is truly one of the great honors of my life.
And beyond awards, Johnny and I were discussing this. We saved millions and millions of lives. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിലെ മത്സരത്തിൽ സ്മൃതി വിജയമുറപ്പിച്ചു കഴിഞ്ഞു. ഏത് സ്മൃതി എന്ന് ചോദിച്ചാൽ അതിനുത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പറയാനാകൂ. ഇവിടെ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് സ്മൃതി എന്നാണ്. LDF-നായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്മൃതി രാജേഷ് മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി സ്മൃതി കോലോത്ത് കോണി അടയാളത്തിലാണ് വോട്ട് തേടുന്നത്. വോട്ടർമാരോട് രണ്ട് സ്ഥാനാർത്ഥികളും ഒരേപോലെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ചിഹ്നം നോക്കി തന്നെ വേണം വോട്ട് ചെയ്യാൻ, പേര് നോക്കിയാകരുത്. രണ്ട് സ്മൃതിമാർക്കും ഇത് കന്നി അംഗമാണ്. ആകസ്മികമായാണ് മത്സരിക്കേണ്ടി വന്നതെന്ന് UDF സ്ഥാനാർത്ഥി സ്മൃതി കോലത്ത്. നേരിയ മേൽക്കൈയുണ്ടെന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിജയിച്ചു കയറുമെന്ന് തന്നെ UDF സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പേരിലങ്ങനെ ഞങ്ങൾ അധികം കാര്യമാക്കിയിട്ടില്ല. ചിഹ്നം എല്ലാവരോടും പറയാറുണ്ട്. ആളുകൾ പറയാറുണ്ടോ രണ്ടും ഒരേ പേരാണുള്ളത് പറയാറുണ്ടോ? പറയാറുണ്ട്, അധികം പറയാറുണ്ട്. അപ്പൊ എന്താ പറയാറ്? അപ്പൊ ഞങ്ങൾ ചിഹ്നം നോക്കി ചെയ്യാനാണ് എല്ലാവർക്കും പറയാറ്. ചിഹ്നം നോക്കി ചെയ്യാൻ മതി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്മൃതി രാജേഷിന് വോട്ടർമാർ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമേറെ. ജയം ഉറപ്പാണ് അവർ പറയുന്നു. നമ്മളെ മുൻ കൗൺസിലർ ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കും അതിന് കഴിയുന്നുള്ള വിശ്വാസം കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ. ശരിക്ക് ഈ പേരാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത്. രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ പേരും സ്മൃതി എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സാമ്യത്തെ കാണുന്നത്? സാമ്യത്തെ കാണുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ വീട് കയറി ഇറങ്ങുമ്പോഴും നമുക്കിപ്പോൾ ബാലറ്റിലാണെങ്കിലും നമ്മൾ ഒന്നാമത്തെ ചിഹ്നമാണ് വരുന്നത്. അപ്പം അത് നോക്കി വോട്ട് ചെയ്യാനാണ് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കിയാൽ മതി. അതെ, അങ്ങനെ തന്നെ പറയാറുള്ളത്. പേര് നോക്കണ്ട, ചിഹ്നം നോക്കാനാണ് പറയാറുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്. ഒരേ നാട്ടുകാരാണെങ്കിലും രണ്ട് സ്മൃതിമാരും പരിചയപ്പെടുന്നത് സ്ഥാനാർത്ഥികളായിട്ടാണ്. പേരിലെ സാമ്യം ഗുണമാകുമോ ദോഷമാകുമോ എന്നതെല്ലാം കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് 18 മലപ്പുറം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നാട്ടിലെ താരങ്ങളായ ചിലരുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇനി കോട്ടയം കൊടുങ്ങൂരിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. റിയാലിറ്റി ഷോകളിലൂടെ ആരാധകരെ സൃഷ്ടിച്ച അമൃത ജയകുമാറാണ് ജനമനസ് തേടി മത്സരത്തിനിറങ്ങിയത്. വാഴൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായാണ് അമൃത മത്സരിക്കുന്നത്. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ. വിജയിപ്പിക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടുവരണം. നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഒരുപാട് വികസന നയങ്ങൾ നമുക്കിങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് NDAക്ക് താമര അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അനുഗ്രഹം ഉണ്ടായിരിക്കണം. പ്രസന്നമ്മേ, എന്തോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം. അതെ, അതെപ്പോഴും വേണം, കൂടെ വേണം, ഒരു ശക്തിയാണത്. പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. പുതിയ തലത്തിലേക്ക് ഇറങ്ങിയതാണ് ഒരു മത്സരത്തിന്. ഇവിടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ വേണ്ടി എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹവും അതുപോലെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ആ പ്രാർത്ഥന അനുഗ്രഹവും കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ മേടിച്ചാണ്, ഗുരുക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം മേടിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പം എല്ലാവരും കൂടെയുണ്ട്. നമ്മുടെ മോദിജിയുടെ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്നു. അവർക്ക് വികസനങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസിൽ നിൽക്കുന്നു. സുഖദമീ നാളിൽ ലലലലല പ്രണയശലഭങ്ങൾ ലലലലല അണയുമോരാഗദൂതുമായി സുഖദമീ നാളിൽ ലലലലല.
എന്നെ ഇവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെ റിയാലിറ്റി ഷോയിലൂടെയാണ്. അപ്പോൾ അതിലെനിക്ക് വിന്നറൊക്കെ ആവാൻ സാധിച്ചിരുന്നു. ഇവിടങ്ങളിലുള്ള നമ്മുടെ നാട്ടിലുള്ള വാർഡിലുള്ള എല്ലാവരും തന്നെ പ്രോഗ്രാമൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നവരാണ്. അപ്പം അതുപോലെയുള്ളൊരു പ്രോത്സാഹനം ഇതിലും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരുടെയും അടുത്ത് എത്താറുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിലും നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ്. നമസ്കാരം.